ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സ് പുതുതായി രൂപീകരിച്ച ഫാൻ അഡ്വൈസറി ബോർഡിന്റെ ആദ്യത്തെ യോഗം കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു ചേർന്നിരുന്നത്. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ അഭിക് ചാറ്റർജി ഉണ്ടായിരുന്നു. സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോലിസ് സ്കിൻകിസ് ഉണ്ടായിരുന്നു. മറ്റു ക്ലബിന്റെ പ്രതിനിധികളും ഇതിൽ പങ്കെടുത്തു. മാത്രമല്ല 14 ഫാബ് മെമ്പേഴ്സും ഇതിൽ ഉണ്ടായിരുന്നു. ഏതായാലും ഇതിന്റെ മിനിറ്റ്സ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ആ ഒരു മിനിറ്റ്സിൽ ഇപ്പോൾ പ്രതിപാദിക്കുന്നുണ്ട്. സ്കിൻകിസ് പറഞ്ഞ ചില കാര്യങ്ങൾ നമ്മൾ എടുത്തു പരിശോധിക്കേണ്ടതുണ്ട്. അതായത് അടുത്ത സീസണിലേക്ക് കൂടുതൽ സൈനിങ്ങുകൾ വരും, ഇന്ത്യൻ താരങ്ങളും വിദേശ താരങ്ങളും വരും. പുതിയ സൈനിങ്ങുകൾ ഇതിനോടകം തന്നെ നടത്തിയിട്ടുണ്ട്, അത് അധികം വൈകാതെ അനൗൺസ് ചെയ്യും എന്നൊക്കെയാണ് സ്പോർട്ടിംഗ് ഡയറക്ടർ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: കൂടുതൽ സൈനിങ്ങുകൾ നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട്, അത് അധികം വൈകാതെ അനൗൺസ് ചെയ്യും. മാത്രമല്ല അടുത്ത സീസണിലേക്ക് കൂടുതൽ ഇന്ത്യൻ താരങ്ങളെ എത്തിക്കും. അതിനു പുറമെ വിദേശ താരങ്ങളെയും കൊണ്ടുവരുന്നുണ്ട്. പ്രധാനപ്പെട്ട പല ഏരിയകളും ശക്തി വർദ്ധിപ്പിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. ഈ ടീമിന് കൂടുതൽ ലീഡർഷിപ്പ് ആവശ്യമാണ്, പാഷനും ആവശ്യമാണ്. അത് ഉണ്ടാക്കിയെടുക്കാനാണ് ക്ലബ്ബ് ഇപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതാണ് സ്പോർട്ടിംഗ് ഡയറക്ടറായ സ്കിൻകിസ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരു വലിയ അഴിച്ചുപണി തന്നെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം, ഗോൾ കീപ്പറായ അർഷ് അൻവർ ഷെയ്ഖ്, അതുപോലെ തന്നെ പ്രതിരോധ നിരതാരമായ അമയ് റണവാഡെ എന്നിവരെ ക്ലബ്ബ് സ്വന്തമാക്കി എന്നുള്ളത് മാധ്യമങ്ങൾ കണ്ടെത്തിയിരുന്നു. ഈ സീസണിന് ശേഷമായിരിക്കും അത് പ്രഖ്യാപിക്കുക. ഇതിനു പുറമെ കൂടുതൽ വിദേശ താരങ്ങളും ഇന്ത്യൻ താരങ്ങളും എത്തും എന്ന് തന്നെയാണ് ഇപ്പോൾ സ്പോർട്ടിംഗ് ഡയറക്ടർ പറഞ്ഞിട്ടുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.